വചനജായ 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 വചനജായ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ലോകപ്രശസ്തനായ സർക്കസുകാരനായിരുന്നു ചാൾസ് ബ്ലോണ്ടിൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് റോപ്പ് വാക്കിംഗ് ആണ്. ഉയരമുള്ള കെട്ടിടങ്ങളിൽ കയറുകൾ കെട്ടി അതിലൂടെ നടക്കുക, സൈക്ലിംഗ് നടത്തുക എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്റ്റുകൾ. ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു കഥ ഇപ്രകാരമാണ് പറയുന്നത്. ഒരിക്കൽ ഇദ്ദേഹം നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കുറുകെ ഒരു കയറുകെട്ടി അതിലൂടെ നടന്നു പോകുന്ന ഒരു ആക്ട് നടത്തി. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ 2 കരകളിലായി ജനങ്ങൾ തിങ്ങിക്കൂടി ഇദ്ദേഹത്തിൻ്റെ ഈ ആക്ട് കാണുവാനെത്തി. അവർ ആകാംക്ഷയോടെ ഇദ്ദേഹത്തെ നോക്കി നിന്നു. അങ്ങനെ ചാൾസ് ബ്ലോണ്ടിൻ ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് വളരെ പയ്യെ നടന്നു നീങ്ങി. അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയാണ്. ജനങ്ങൾ ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ കയ്യടികളും ആരവങ്ങളും ഉയരുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇനി ഞാൻ തിരിച്ച് നടക്കുവാൻ പോവുകയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഇനി ഞാൻ തിരിച്ചു നടക്കുമ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും വരണം. ജനങ്ങളെല്ലാം നിശബ്ദരായി. ഇത്രയും ഉയരമുള്ള ഈ വെള്ളച്ചാട്ടത്തിന് കുറുകെ നടക്കുവാൻ, അതും ഈ കയറിൻ്റെ അറ്റത്തോടെ ഈ സർക്കസുകാരൻ്റെ ഒപ്പം നടക്കുവാൻ ആരും ധൈര്യം കാണിച്ചില്ല. അങ്ങനെ വീണ്ടും വീണ്ടും ഇദ്ദേഹം ചോദിച്ചു. അവസാനം ഈ കൂട്ടത്തിൽ നിന്നും ഒരു കൊച്ചു കൈ ഉയർത്തി പറഞ്ഞു, ഞാൻ വരാം. അപ്പോൾ ജനങ്ങളുടെ ഭയം കൂടി. ഒരു ശിശുവാണ്, ഒരു കൊച്ചാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഈ കയറിലൂടെ നടന്ന് മറുകരയിൽ എത്തുവാൻ സാധിക്കുമോ? ഇത്തരത്തിലുള്ള ഭയവും ആകാംക്ഷയും ജനങ്ങളുടെ ഉള്ളിൽ വന്നു. അപ്പോൾ ഇദ്ദേഹം ഈ കുഞ്ഞിനെ തൻ്റെ തോളത്ത് കയറ്റി ഈ കയറിലൂടെ ഈ അറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് വീണ്ടും നടക്കുവാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അദ്ദേഹം മറുകരയിൽ എത്തി. അപ്പോൾ ജനങ്ങൾ കൂടുതൽ ആഹ്ലാദത്തോടെയും കൂടുതൽ ആരവത്തോടെയും ഇദ്ദേഹത്തെയും ആ കുഞ്ഞിനെയും പ്രോത്സാഹിപ്പിച്ചു. എന്നിട്ട് കൂട്ടത്തിൽ ഒരാൾ ഈ കുഞ്ഞിനോട് ചോദിക്കുകയാണ്, എന്തു ധൈര്യമാണ് നിനക്ക് ലഭിച്ചത് ഈ സർക്കസുകാരൻ്റെ തോളിലിരുന്ന് ഇത്രയും ഉയരമുള്ള ഈ വെള്ളച്ചാട്ടത്തിന് കുറുകെ നടക്കുവാൻ? അപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞ മറുപടി ഇതാണ്, അത് എൻ്റെ അപ്പനാണ്. അതെൻ്റെ അപ്പനാണ്. അപ്പൻ്റെ തോളത്തിരുന്നു കൊണ്ട് ഏത് ഉയരത്തിലൂടെയും നടക്കുവാൻ ഞാൻ ഭയപ്പെടുന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുവും ശിഷ്യന്മാരും കൂടെ കടലിലൂടെ വഞ്ചിയിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ വലിയ തിരമാലയും കാറ്റുമൊക്കെ അടിക്കുന്നുണ്ട്. യേശു അമരത്ത് ഉറങ്ങുകയാണ്. ശിഷ്യന്മാർ ഭയന്നു യേശുവിനെ വിളിച്ചു പറയുകയാണ്, ഗുരുവേ, ഞങ്ങൾ നശിക്കുന്നത് നീ കാണുന്നില്ലേ? യേശു കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ആഴമളക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലാണ്. തിരമാലകളും സഹനങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ പിതാവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ് എന്ന വിശ്വാസം എനിക്ക് വേണം. അതാണ് എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമളക്കുന്നത്. ഈ കുഞ്ഞിനെ പോലെ നമുക്കും പറയാൻ കഴിയണം, ഏത് ഉയരത്തിലും ഏത് ആഴത്തിലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്നു. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമൊന്ന് അളന്നു നോക്കാം. സഹനങ്ങളുണ്ടാകുമ്പോൾ, വേദനകളുണ്ടാകുമ്പോൾ എനിക്ക് പറയുവാൻ സാധിക്കുന്നുണ്ടോ, എൻ്റെ ക്രിസ്തുവിൻ്റെ, എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്? ആ അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടോ എന്ന് നമുക്ക് ഒരു ആത്മപരിശോധന നടത്താം. നല്ലവനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനജായ 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 വചനജായ